നമസ്കാരം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സാധ്യതകൾ കേരളത്തിൽ എത്രത്തോളമാണെന്നുള്ളത് നമ്മൾക്ക് തൃശ്ശൂരിലെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീ ജോൺസേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ജോൺസേട്ടൻ നിരവധി തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുകയും അതിൽ വലിയ രീതിയിലുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏകദേശം കൃത്യമാവുന്ന തരത്തിലേക്കായിരുന്നു കഴിഞ്ഞ കുറെ തിരഞ്ഞെടുപ്പുകൾ വന്നിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ കൂടിയാണ് നമ്മളിന്ന് ഇരിക്കുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോ ഈ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ബി.ജെ.പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സാധ്യതകൾ കേരളത്തിൽ എത്രത്തോളമാണ്? എവിടെയൊക്കെയാണ് വിജയ സാധ്യതകളുള്ളത്? നമുക്ക് ബി.ജെ.പിയുടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു 26 സീറ്റിൽ ഉറപ്പായിട്ട് ജയിക്കാൻ പറ്റുന്ന സാധ്യത ഉണ്ടെന്ന് അവർക്ക്. പിന്നെ ഒരു 42 സീറ്റിൽ എക്സ്ട്രാ ത്രികോണ മത്സരം നടത്താനുള്ള സാധ്യത. അപ്പോൾ തന്നെ 76 ഒരു 92, മൊത്തം 92 സീറ്റിൽ അവർക്ക് സ്ട്രെങ്ത് ഉണ്ടെന്ന്. നമുക്കിപ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള ഒരു ജില്ലകൾ, മണ്ഡലങ്ങൾ നമ്മൾ നോക്കി പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജില്ല തിരിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും പറയുന്ന വീട്ടിൽ നമ്മൾ വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലം ഉണ്ടെന്ന്. തിരുവല്ല, റാന്നി, കോന്നി, അടൂര്, ആറന്മുള, ഈ 5 മണ്ഡലം ബി.ജെ.പിക്ക് തന്ത്രപരമായിട്ട് നീങ്ങി ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ്. ഇതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂര്, പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങല്, പാറശാല, കഴക്കൂട്ടം, നേമ, കാട്ടാക്കട, വർക്കല, ഇത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, ഉറപ്പായിട്ട് ജയിക്കാൻ ചാൻസ് ഉള്ള മണ്ഡലങ്ങളാണ്. അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂര്, കുട്ടനാട്, കായംകുളം, മാവേലിക്കര, ഈ മണ്ഡലങ്ങൾ ബി.ജെ.പിക്ക് കറക്റ്റ് മത്സരിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ്. പിന്നെ പാലക്കാട് ജില്ലയിൽ പാലക്കാട്, മലമ്പുഴ, കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, തൃശ്ശൂർ ജില്ലയിൽ മണലൂര്, തൃശ്ശൂര്, നാട്ടിക, ഇരിഞ്ഞാലക്കുട, പുതുക്കാട്, കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ്, ഇതൊക്കെ നമുക്ക് ഉറപ്പായിട്ട് എന്താ പറയുക, ശരിക്കും നല്ല സ്ഥാനാർത്ഥി കിട്ടുകയാണെങ്കിൽ ജയിക്കാൻ പറ്റുന്ന പൊസിഷൻ ഉണ്ടെന്ന്. ഇനി എന്താണ് ഇതിനെപ്പറ്റി ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇത് ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞല്ലോ, ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇതിലെ ഇപ്പോ ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പി A+ മണ്ഡലങ്ങളായി കാണുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് ഇത് കേരളത്തിൽ. പക്ഷേ ഈ പലപ്പോഴും തിരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് ബി.ജെ.പി ഉറപ്പായിട്ടും ജയിക്കും എന്നുള്ള സാധ്യതയുള്ള മണ്ഡലങ്ങൾ, ഇപ്പോൾ കേരളത്തിൽ ബി.ജെ.പിക്ക് അത്രയും ശക്തിയുള്ളത് മഞ്ചേശ്വരം, നേമം, ഈ മണ്ഡലങ്ങളിലെല്ലാം സ്വാഭാവികമായിട്ട് ഒന്നില്ലെങ്കിൽ LDF UDF വിട്ടുമറിക്കുന്നു, UDF അല്ലെങ്കിൽ LDF വിട്ടുമറിക്കുന്നു. ഇങ്ങനൊരു സാഹചര്യം വരികയും ബി.ജെ.പിയുടെ പലപ്പോഴും ചെറിയൊരു വോട്ട് വേരിയേഷന് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തവണയും അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല കേരളത്തിൽ ഇപ്പോൾ. എന്ന് കാണിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ നിലവില് കഴിഞ്ഞ പ്രാവശ്യത്തെ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഒന്ന്, LDFന് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വിജയം ആവർത്തിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം ഈ അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ LDFന് ശക്തിയുള്ള മുഴുവൻ സ്ഥലങ്ങൾ തന്നെയാണ് ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങൾ. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ LDF ജയിക്കാൻ സാധ്യതയുള്ള മുഴുവൻ മണ്ഡലത്തിലും ബി.ജെ.പി ആണ് മുഖ്യ ശത്രുവായിട്ട് വരുന്നത്. കൊല്ലം ജില്ലയിൽ അതെ, ആലപ്പുഴ ജില്ലയിൽ അതെ, തൃശ്ശൂർ ജില്ലയിൽ അതെ, പാലക്കാട് ജില്ലയിലെ CPMന്റെ മുഖ്യ ശത്രുവായിട്ട് വരുന്ന ബി.ജെ.പി ആണ്. അപ്പോൾ CPMനെ തകർത്താൽ മാത്രമാണ് അവിടെ ബി.ജെ.പിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ എന്താ പറയുക, CPMനെതിരെ ബി.ജെ.പി ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കുമ്പോൾ UDF ഒരിക്കലും ബി.ജെ.പി എന്താ പറയുക CPMനെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം UDFനെ കഷ്ടിമുഷ്ടി ഒരു 70, 72 അല്ലെങ്കിൽ 78 സീറ്റിനേക്കുള്ള ചാൻസാണ് നിലവിലുള്ളൂ. ആ സാഹചര്യത്തിൽ CPMനെ ജയിപ്പിക്കുന്ന തരത്തിൽ, LDFനെ ജയിപ്പിക്കുന്ന തരത്തിലേക്ക് ഇവരുടെ വോട്ടുകൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നില്ല. അതോടൊപ്പം തന്നെ LDFനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ, അവർക്ക് തന്നെ ജയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ UDFന്റെ സീറ്റുകൾ എങ്ങനെ കുറയ്ക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഏതെങ്കിലും തരത്തിൽ ബി.ജെ.പിനെ UDFനെ ജയിപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തിരിച്ചും മറിച്ചും ക്രോസ് വോട്ടിങ്ങിനുള്ള സാധ്യത ഇപ്രാവശ്യം നമുക്ക് കാണുന്നില്ല എന്നൊക്കെ. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ നേമം തന്നെ എടുക്കാവൂ, വട്ടിയൂർക്കാവിനെ എടുക്കുകയാണെങ്കിൽ, ഈ 2 മണ്ഡലം LDF ജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മണ്ഡലമാണ്. UDFനെ സംബന്ധിച്ചും LDFനെ തോൽപ്പിച്ച് പറ്റുമെന്നുള്ള അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ആ അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇവിടെ സംഭവിക്കുന്ന വിഷയം ഇതാണ്. ശക്തമായ സ്ഥാനാർത്ഥികൾ 3 മുന്നണികളും ഇല്ലാത്തൊരു സ്ഥിതി വരികയാണെങ്കിൽ, ഒരു മത്സരം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തുമ്പോൾ
ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വീക്കാണെന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ തോൽക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥിക്ക് ഒരു പക്ഷേ വോട്ടുകൾ ഒരു പക്ഷേ LDFിനെതിരെയോ അല്ലെങ്കിൽ BJPക്ക് എതിരെയോ ഷിഫ്റ്റ് ചെയ്യിക്കപ്പെടാം. അതൊരിക്കലും ഒരു പാർട്ടി ബേസിൽ മറയുന്നല്ല, ജനങ്ങൾ അങ്ങനെ വരുന്നതാണത്. ഒരിക്കലും അത് പാർട്ടിക്കാരുടെ മിടുക്കൊണ്ടോ കഴിവുകൊണ്ടോ അല്ല. അപ്പൊ നമുക്കിപ്പോ ആലോചിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും അതിന്റെ സംഘടന ശേഷി വെച്ചിട്ട് ഒരു പാർട്ടീനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി വോട്ട് മറിച്ച് ഒരു പാർട്ടീനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ലെന്ന്. CPMനാണ് അതിന് കഴിയുക. പക്ഷെ CPMനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ശക്തിയുള്ള മണ്ഡലങ്ങളിൽ, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, അവരൊരിക്കലും അവരുടെ വോട്ട് ഒരു സ്ഥലത്തേക്ക് മറയ്ക്കാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇപ്രാവശ്യം കേരളത്തിലെ BJP ശക്തമായി മത്സരിക്കുകയാണെങ്കിൽ അവർക്ക് പല മണ്ഡലത്തിലും ജയിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ BJPയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമുക്ക് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ അവർ ജയിക്കാൻ എന്താ പറയാ, ഒരു സ്ഥാനാർത്ഥിനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ആ മണ്ഡലത്തിൽ പിടിച്ചു നിന്ന് ജയിക്കാൻ ചാൻസ് വരുമ്പോൾ അടുത്ത വട്ടം ആ സ്ഥാനാർത്ഥിനെ വേറെ സ്ഥലത്തേക്ക് മാറ്റും. പിന്നെ ആ സ്ഥാനാർത്ഥി അവിടെ ഒന്നും പിടിച്ച് ഫീൽഡ് ചെയ്ത് വരുമ്പോൾ അപ്പോഴേക്കും ആ സ്ഥാനാർത്ഥിനെ അപ്പുറം മാറ്റും. പിന്നെ സ്ഥാനാർത്ഥികൾ അവർക്ക് 4-5 സ്ഥാനാർത്ഥികളാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളത്. അവർ ജയിക്കാൻ ഉറപ്പുള്ള മണ്ഡലത്തിൽ നിർത്താതെ ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലത്തിലേക്ക് എന്താ പറയാ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാന്ന്. ഇതുകൊണ്ടാണ് BJPക്ക് പല മണ്ഡലത്തിലും ജയിക്കാനായിട്ട് സാധിക്കാത്തതാണ് നമ്മൾ മനസ്സിലായി. ഇപ്പൊ ശോഭ സുരേന്ദ്രൻ തന്നെ എല്ലാ പ്രാവശ്യവും പല പല മണ്ഡലങ്ങളിൽ മാറ്റി മാറ്റി വിടുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? പാലക്കാട് ആൾ മത്സരിച്ച് അവിടെ തന്നെ സ്ഥിരമായിട്ട് 3-4 മത്സരിക്കണമെങ്കിൽ ആള് ജയിച്ചു വരാന്ന്. അതുപോലെ സുരേന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ടിരിക്കല്ലേ. ഇത്തരം സാഹചര്യം ഒഴിവാക്കിയിട്ട് ഒരു സ്ഥാനാർത്ഥിനെ ഒരു മണ്ഡലത്തിൽ തന്നെ നിർത്തി ജയിപ്പിച്ച്, ഇപ്പോൾ സുരേഷ് ഗോപി നമുക്കറിയാം തൃശ്ശൂർ അവിടെ നിർത്തി ഒരുവട്ടം നിന്നു ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുള്ളതാണ് അവിടെ ജയം കിട്ടിയത്. അത്തരം രീതിയിലുള്ളൊരു ശ്രമം BJP നടത്തിയാലാണ് BJPക്ക് ജയിച്ചു വരാൻ പറ്റുള്ളൂ. നേമത്ത് രാജഗോപാല് ജയിച്ചു വരാൻ തന്നെ കാരണം സ്ഥിരമായിട്ട് അദ്ദേഹം മത്സരിച്ച് ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അത്തരം രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥികളെയാണ് BJP ഇറക്കേണ്ടത്. അതിന് പകരം ഈ എന്താ പറയുക, ജയിക്കാൻ ചാൻസ് ഉള്ള മണ്ഡലത്തിൽ ഒരു സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥി നിർത്തും, തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിനെ കൊണ്ട് നിർത്തുകയും ചെയ്യും. ഇത്തരം സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് BJP ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. എന്താണ് ഈ BJPയെ സംബന്ധിച്ച് ഇനി BJP കേരളത്തിൽ വളരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ വേണ്ടിയിട്ട് BJPക്ക് എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്? ഇവിടെ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ കേരളത്തിലെ ജനസംഖ്യ നമ്മൾ വാച്ച് ചെയ്യുന്നത് ഒരു 55% ഭൂരിപക്ഷ സമുദായം, 45% ന്യൂനപക്ഷ സമുദായങ്ങളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഉത്തരേന്ത്യയിൽ ഇപ്പം നമ്മൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി അല്ലെങ്കിൽ ബീഹാർ, മറ്റേ UP, ത്രിപുര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ BJP ജയിക്കുകയും വൻ ഭൂരിപക്ഷം ജയിക്കുകയുണ്ടായിട്ടുള്ള സ്ഥലങ്ങളുമാണ്. ഭൂരിപക്ഷ സമുദായങ്ങളിലെ ഭൂരിപക്ഷം വോട്ടുകളിൽ ഏവറേജ് ഒരു 35% വോട്ടുകളൊക്കെ ഫിക്സഡ് ആയിട്ട് അവർക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് BJP അവിടെയൊക്കെ ജയിച്ചു വരുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഭൂരിപക്ഷ സമുദായങ്ങളിലെ ഭൂരിപക്ഷം വോട്ടുകളുള്ള ജില്ലകളിലാണ് BJPക്ക് സ്ട്രെങ്ത് കൂടുതലുള്ളത്. അത് വാച്ച് ചെയ്താൽ ഒന്ന് തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ വാച്ച് ചെയ്ത് നോക്കാം, അല്ല പാലക്കാട് ജില്ല, അല്ല തൃശ്ശൂർ ജില്ല, ഇതേപോലെ തന്നെ ആലപ്പുഴ ജില്ല, പത്തനംതിട്ട ജില്ല, അതുപോലെ ഇത്തരം ജില്ലകളിൽ കൂടുതൽ ഭൂരിപക്ഷ സമുദായങ്ങളിലെ ഭൂരിപക്ഷം കൈകളിൽ വെച്ചിരിക്കുന്ന CPM. ഈ CPMും BJP ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് യഥാർത്ഥത്തിൽ നടന്ന് ഭൂരിപക്ഷ സമുദായത്തിൽ ഭൂരിപക്ഷം വോട്ട് കൈക്കലുള്ള CPM തകർത്ത് തെരിപ്പണമാക്കിയാൽ മാത്രമേ BJPക്ക് കേരളത്തിൽ വളരാൻ സാധിക്കുള്ളൂ. കാരണം തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ വാച്ച് ചെയ്യുക, കൊല്ലം ജില്ല നമ്മൾ വാച്ച് ചെയ്യുക, ആലപ്പുഴ ജില്ല വാച്ച് ചെയ്യുക, പത്തനംതിട്ട ജില്ല വാച്ച് ചെയ്യുക, തൃശ്ശൂർ ജില്ല വാച്ച് ചെയ്യുക, പാലക്കാട് ജില്ല വാച്ച് ചെയ്യുക, കണ്ണൂർ ജില്ല വാച്ച് ചെയ്യുക. അവിടേക്ക് ഭൂരിപക്ഷ സമുദായങ്ങളിൽ ഭൂരിപക്ഷ വോട്ടാണ്. ഈ വോട്ട് മാത്രമാണ് BJPക്ക് ആദ്യം സമാഹരിക്കാൻ പറ്റുള്ളൂ. കാരണം ഭൂരിപക്ഷ സമുദായത്തിൽ ഭൂരിപക്ഷം വോട്ട് പോലും BJPക്ക് കിട്ടാൻ സാധ്യതയില്ലാത്തടത്ത് ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെ അവർക്ക് മുഴുവനും വന്നു ചേരും? അപ്പം ആ ഒരു സാധ്യത BJP മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഉള്ള പ്രവർത്തനം നടത്തിയെങ്കിലാണ് ഭാവിയിൽ BJPക്ക് കേരളത്തിൽ വളരാൻ സാധിക്കുകയുള്ളൂ. അത്തരം ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിലാണ് ന്യൂനപക്ഷ വോട്ടുകളിലെ 5-10% കൂടി കിട്ടുകയാണെങ്കിൽ BJPക്ക് കേരളത്തിലെ എന്താ പറയുക ഒരു 40-50 സീറ്റൊക്കെ പിടിച്ചെടുക്കാനുള്ള സാധ്യത വരുന്നുണ്ടെന്ന്. കാരണം നമ്മൾ കണക്ക് നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ഈ ജില്ലകൾ നമ്മൾ ഒരു മിനിമം ഒരു 30,000 മുട്ടിന് മുകളിലുള്ള വോട്ട് പിടിക്കും. നമ്മൾ നോക്കി, നമ്മൾ മഞ്ചേശ്വരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ആറ്റിങ്ങല്, കാസർഗോഡ്, പാലക്കാട്, തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, പുതുക്കാട്, നാട്ടിക, ഒല്ലൂര്, മണലൂര്, കായംകുളം, തിരുവനന്തപുരം, കാട്ടാക്കട, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ്, തിരുവല്ല, കോന്നി, അടൂര്, കുന്നത്തൂര്, മാവേലിക്കര, ആറന്മുള, പാറശാല, ചെങ്ങന്നൂര്, നെടുമങ്ങാട്, കോവളം, ചിറയൻകീഴ്, വർക്കല, ചാത്തന്നൂര്, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, കുണ്ടറ, ഇരവിപുരം, അരുവിക്കര, അരൂര്, പാല, കടുത്തുരുത്തി, നെയ്യാറ്റിങ്കര, വാമനപുരം, മലമ്പുഴ, ഇടുക്കി, കുന്നമംഗലം, നെമ്മാറ, ഷൊർണൂർ, ചേലക്കര, ഇതൊക്കെ ഏവറേജ് ഒരു 30,000, 35,000, 40,000, 50,000 വരെ വോട്ട് കിട്ടുന്ന മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിൽ LDF ഒരു 5,000 വോട്ട്, UDF ഒരു 5,000 വോട്ട് പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയാണെങ്കിൽ ഈ മണ്ഡലങ്ങൾ മുഴുവൻ ഭാവിയിൽ ജയിക്കാനായിട്ട് സാധിക്കും. ഇപ്രാവശ്യം അതിനുള്ള സാധ്യതയില്ല. പക്ഷെ എങ്കിലും ശ്രമിക്കാൻ സാധിക്കും. പക്ഷെ അതിനുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് BJP നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കേരളത്തിൽ BJPക്ക് ഒരു വളർച്ച സാധ്യതയുള്ളൂ. പിന്നെ BJPനെ പറ്റി കാണുന്ന വെച്ചാൽ പുറത്ത് നമ്മൾ സാധാരണ വോട്ടർമാരുടെ ഇടയിൽ, ആളുകളുടെ ഇടയിൽ കാണുമ്പോൾ വെച്ചാൽ നേതാക്കളുടെ ഇടയിൽ ഒരു അനൈക്യമില്ലായ്മ, പരസ്പരം ഒരു അസൂയ, എന്താ പറയുക, തൻപൊരുമ. കാരണം ഏതെങ്കിലും ഒരു കഴിവ് പ്രാപ്തിയുള്ള നേതാവുണ്ടെങ്കിൽ ആ നേതാവിനെ ഒതുക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള രീതികൾ, ഇതൊക്കെ പബ്ലിക്കിന് അങ്ങനെ തോന്നുന്നുണ്ടെന്ന്. ആ ഒരു അവസ്ഥയുള്ളത് കൊണ്ട് ജനങ്ങൾ BJPയിലെ ലീഡർഷിപ്പിൽ ഒരു വിശ്വാസമില്ല. കാരണം സാധാരണ നമ്മളിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നോക്കി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ജയിച്ചു ആയിരിക്കും. പക്ഷെ എങ്കിലും പൊതുവെ ലോക്കലൊക്കെ നോക്കുമ്പോൾ BJPയുടെ സാധാരണക്കാരായ എന്താ പറയുക, പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസത നേടിയെടുക്കാൻ പറ്റുന്ന ലീഡർഷിപ്പ് ഇതുവരെ ഫോം ചെയ്തിട്ടില്ല. ദേശീയ തലത്തിലുള്ള പോലെയല്ല സംസ്ഥാന തലത്തിൽ, അതുപോലെ തന്നെ ജില്ലാ തലത്തിലും. അപ്പൊ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്ന തരത്തിലൊരു പ്രവർത്തനം BJPക്ക് ഇതുവരെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഒരു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിന്റെ പ്രവർത്തനവും കാഴ്ചപ്പാടും എങ്ങനെയാണ് താങ്കളുടെ വിലയിരുത്തൽ? അദ്ദേഹത്തിന് ഒരു ദേശീയ വീക്ഷണമുണ്ട്. മാത്രമല്ല ഇടുങ്ങിയ ചിന്താ ശൈലിയല്ല അദ്ദേഹത്തിന്റെ. ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടുള്ള പോലെയാണ് തോന്നുന്നത്. തനി പച്ചയായ ഒരു രാഷ്ട്രീയക്കാരന്റെ സമീപനമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പുതിയൊരു മുഖം സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. എത്രയായാലും ഒരു കാര്യം വ്യക്തമാണ്. കാരണം നമ്മൾ ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയമല്ല കേരളത്തിൽ. ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ നമ്മളെ വർഗീയമായി മാത്രം വോട്ട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കില്ല. കാരണം കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഇഷ്ടംപോലെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങളൊന്നും BJPക്ക് എന്തുണ്ടാവും, ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അതിനെപ്പറ്റി രംഗത്ത് വരാനോ പ്രവർത്തിക്കാനോ സാധിച്ചിട്ടില്ല എന്ന്. ഇവിടെ ഇപ്പോഴും മുഖ്യ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നത് UDF തന്നെയാണ്. അതുകൊണ്ട് ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ അതിന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാനായിട്ട് BJPക്ക് സാധിക്കുന്നില്ലെന്ന്. TV വന്ന് ചാനൽ ചർച്ചയിൽ 4 ഡയലോഗ് ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാധ്യമം, എന്തെങ്കിലും ഒരു പ്രസ്ഥാനം, ഇത്തരം രീതിയിലുള്ള പ്രവർത്തനമല്ലാതെ ഗ്രാസ് റൂട്ടിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ജനങ്ങളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ട് BJPയുടെ ഒരു നേതാവും പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. കാരണം ജനങ്ങളായിട്ട് ഇടപെടുന്ന വിഷയങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു ചേഞ്ചസ് വരാതെ നേതൃത്വത്തിൽ ആര് വന്നിട്ടും കാര്യമില്ല. കാരണം ജനങ്ങളുമായി ഇടപെടുന്ന വിഷയത്തിൽ നമ്മൾ ഓരോ വാർഡ് ബേസിൽ തന്നെ ജനങ്ങളൊപ്പം നിൽക്കുന്ന വ്യക്തികൾ, നേതാക്കള് BJP പ്രവർത്തകരുടെ ഇടയിൽ നിന്നുണ്ടായി വരണമെന്ന്. ആ ഒരു സാധ്യത ഉണ്ടെങ്കിൽ മാത്രമാണ്. ചന്ദ്രശേഖർ നിലവിൽ BJP സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സക്സസ് ആണ്. അദ്ദേഹത്തിന് ഒരു വ്യൂസ് ഉണ്ട്, കാഴ്ചപ്പാടുണ്ട്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. സംസാരിക്കുന്ന തരത്തിൽ ഭാഷാപരമായിട്ടുള്ള വിഷയത്തിലൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും മൊത്തത്തില് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മുന്നിലുണ്ടായിരുന്ന അപേക്ഷിച്ചിട്ട് കുറച്ച് ബെറ്റർ ആയിട്ടാണ് കാണുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ രീതിയിൽ ഫോക്കസ് ചെയ്ത് പോകണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ്, ഈ ഇലക്ഷൻ ഉണ്ടല്ലോ, ഇതുവരെയുള്ള പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് എന്തോ ഒരു അത്ഭുതം സംഭവിക്കുന്ന ഒരു ധാരണ കാണുന്നില്ലെന്ന്. ഇതുവരെയുള്ള രീതി വെച്ചിട്ട് ഇപ്പോഴത്തെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥികളായിട്ട് വരുമ്പോൾ കാണുന്ന എന്തോ ഒരു അത്ഭുതം സംഭവിക്കാനുള്ള ചാൻസുകൾ കാണുന്നില്ലെന്ന്. കാരണം ഇനി അടുത്തൊരു 5 വർഷം ടാർഗറ്റ് ഇട്ടിട്ട് വ്യക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിലാണ് നമുക്ക് അതിന്റെ എഫക്റ്റ് ഉള്ളൂ. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഈ കാണുന്ന എന്താ പറയാ, കാര്യമായിട്ടൊരു പ്രതീക്ഷ BJPക്ക് നമ്മൾ കാണുന്നില്ല. കാരണം
നല്ല രീതിയിൽ BJP ക്ക് മത്സരിക്കാം, ടൈറ്റ് ചെയ്ത് മത്സരിക്കാം. പക്ഷെ ഒരു വിജയപ്രതീക്ഷ കാര്യമായിട്ട് കാണുന്നില്ല. കാരണം ഒരു സാധാരണഗതിയിൽ ഒരു 5 സീറ്റിന് മുഴുവാനുള്ള ചാൻസ് ഇല്ല. പിന്നെ നമ്മൾ പല മണ്ഡലങ്ങളും പറഞ്ഞല്ലോ. ഈ മണ്ഡലങ്ങൾ പറഞ്ഞ് അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ എന്താ പറയാ, നമ്മൾ സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് വളരെ നിർണായകമാണ്. അപ്പോൾ ഘട്ട മത്സരങ്ങൾ ജയിക്കുന്ന ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ അത്തരം സ്ഥാനാർത്ഥികൾ നിർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് ജയിക്കുന്നത്. ആ സാധ്യത സ്ഥാനാർത്ഥികളെ വന്നതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ നന്ദിയായിട്ട് ഈ ഒരു സമയത്ത് പ്രതികരിച്ചത്. കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു വിജയസാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ജോൺസൺ ചേട്ടൻ നമ്മോട് പറഞ്ഞത്. തൃശ്ശൂരിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.